ഹലോ, SM ആണ്. നമ്മൾ +1 പബ്ലിക് എക്സാം മാത്സ് നമ്മൾ പ്രഡിക്ഷൻ സീരീസ് നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സ് കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചാനലിൽ. ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് പ്രഡിക്ഷൻ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, സീക്വൻസ് ആൻഡ് സീരീസ്, ഈ 3 ചാപ്റ്ററിൻ്റെ പ്രഡിക്ഷനാണ് നടത്തുന്നത്. പ്രഡിക്ഷൻ മാത്രം നിങ്ങൾ പഠിച്ചു പോകരുത്. മാത്സിനെ സംബന്ധിച്ച് ഇപ്പോൾ മാത്സ് എക്സാം ടഫായി വരികയാണ്. പക്ഷേ അതിന് നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. അതിന് നമ്മുടെ വാട്സാപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സൊല്യൂഷൻസ് മാറി വരുന്ന പരീക്ഷയ്ക്ക് മാറി വരുന്ന ഫോർമുലകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 4 ഫോർമുലകൾ, മാത്സിലെ ഫോർമുലകൾ, ഓൾ ഫോർമുലകൾ എന്ന് പറഞ്ഞിട്ട് മാത്സിൻ്റെ ഫോർമുലകൾ വാട്സപ്പ് ചാനലിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയിട്ട് അതും നിങ്ങൾ നോട്ട് ബുക്കിലെയും NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കുക. അതിൻ്റെയോടൊപ്പം ഇത് നിർബന്ധമായും പഠിക്കുക. ഓക്കെ, നമ്മൾ പ്രഡിക്ഷൻസിലേക്ക് കിടക്കുകയാണ്. സെറ്റുകളാണ്, സെറ്റ്സാണ് ആദ്യം പ്രിഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. സെറ്റ്സിൽ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ചുള്ളൂ. നമ്പർ ഓഫ് സബ്സെറ്റ് കാണാനുണ്ടാകും. പിന്നെ പ്രൂവ് ഡി മോർഗൻസ് ലോ, ഇപ്പോൾ A യൂണിയൻ B അത് പ്രൂവ് ചെയ്യാനുണ്ടാവുമല്ലോ അത്. പിന്നെ A യൂണിയൻ B കാണാൻ അറിയണം, A ഇൻ്റർസെക്റ്റ് B അറിയണം, A കോംപ്ലിമെൻ്റ് അറിയണം, B കോംപ്ലിമെൻ്റ് അറിയണം, A യൂണിയൻ B ഓൾ കോംപ്ലിമെൻ്റ് അറിയണം, A ഇൻ്റർസെക്റ്റ് B ഓൾ കോംപ്ലിമെൻ്റ് അറിയണം. അതൊക്കെ ഇതിൽ ചെയ്ത് പഠിക്കാനുള്ളതൊക്കെ അറിയണം. പിന്നെ ഒരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടാവും ഈ മേലെ പറഞ്ഞത് ഇതൊക്കെ ചോദിക്കൽ. ഈ യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ട് അതിൻ്റെ A ക്വസ്റ്റ്യൻ B ക്വസ്റ്റ്യൻ എന്നൊക്കെ ആയിരിക്കും ചോദിക്കൽ. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ഒരു A+ ലെവൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ അതിനോടൊപ്പം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനും ശ്രമിക്കുക. വർക്കൗട്ട് മോഡൽ, ക്രിസ്മസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ക്രിസ്മസ് എക്സാം മോഡലും എക്സാം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത്, നമുക്ക് ചോദിക്കാത്തൊരു ക്വസ്റ്റ്യനാണ് മോഡൽ ക്രോസ് പ്രോഡക്റ്റ്. അതെന്തായാലും പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിരിക്കും. പിന്നെ റിലേഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് പിന്നെ ആരോ ഡയഗ്രാം വെച്ച് പഠിക്കാനും പിന്നെ നമ്പർ ഓഫ് റിലേഷൻസ് കാണാനും ഉണ്ടാവും. ഇതൊരു A+ ലെവൽ ക്വസ്റ്റ്യൻസ് വരാവുന്ന സാധ്യതയുള്ള ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. നെക്സ്റ്റ് സീക്വൻസസ് ആൻഡ് സീരീസസ്. അതിൽ ഫൈൻഡ് ഫസ്റ്റ് ടേം, കോമൺ റേഷ്യോ ആൻഡ് nth ടേം കാണാനുണ്ടാവും. അതൊക്കെ കാണണം. പിന്നെ സം ഓഫ് GP, 2 ഇക്വേഷൻ ഉണ്ട്, വാട്സപ്പ് ചാനലിലുണ്ട് ഇതിൻ്റെ ഫോർമുലകൾ, അതിൽ പോയി കാണാം. സം ഓഫ് GP കാണും. പിന്നെ സം ഓഫ് സീക്വൻസ്, ഇത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യമാണ്, ചോദിച്ചിരിക്കും സമ്മ് കാണാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ സീക്വൻസ് ആൻഡ് സീരീസിൽ പഠിക്കാനുള്ളത്. വളരെ കുറച്ചേ ഉള്ളൂ. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഡബിൾ പാസ്സെങ്കിലും കിട്ടും. ഈ പ്രഡിക്ഷൻസ് മാത്രം നിങ്ങൾ കണ്ടുപോകണം. ഡബിൾ പാസ്സും അതിന് മുകളിലും മാർക്ക് വരെ കിട്ടുമെന്നാണ് തോന്നുന്നത്. എൻ്റെ കണക്ക് കൂട്ടലനുസരിച്ച് എനിക്ക് തോന്നുന്നത്. ഓക്കെ.